ഹായ് എവരിവൺ, PSC റാങ്ക് ഹോൾഡർ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് ആൻഡ് ദെയർ ലാബലിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിന് അണ്ടറിൽ വരുന്നുള്ള കുറച്ച് MCQs ആണ്. അപ്പോൾ GMO എന്ന് വെച്ചാൽ ഏകദേശം ഒരു ഐഡിയ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. കുറച്ചുകൂടെ കാര്യങ്ങൾ നമ്മൾ MCQs ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. ആദ്യം പറയുന്നത് വാട്ട് ഡസ് GMO സ്റ്റാൻഡ്സ് ഫോർ. GMO എന്ന് വെച്ചാൽ എന്താണ്? ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം ആണ്. ഈ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസത്തിൽ തന്നെ നമ്മൾ ജനറ്റിക്കലി എൻജിനീയർഡ് ഓർഗാനിസം എന്ന് അറിയപ്പെടാറുണ്ട്. അതുപോലെ തന്നെ ട്രാൻസ്ജെനിക് ആനിമൽസ് അല്ലെങ്കിൽ ട്രാൻസ്ജെനിക് ആനിമൽസ് എന്നറിയപ്പെടാറുണ്ട്. അതുപോലെ തന്നെ ലിവിങ് മോഡിഫൈഡ് ഓർഗാനിസം എന്ന് അറിയപ്പെടാറുണ്ട്. ബയോടെക് ക്രോപ്സ്, അങ്ങനെ പല പേരുകളിൽ ഇതേ സാധനം അറിയപ്പെടാറുണ്ട്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് GM ക്രോപ്പ്. GM ക്രോപ്പ് എന്ന് പറയുമ്പോൾ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ക്രോപ്പ്. ഇതിനകത്ത് ഏതാണ്? ഗോൾഡൻ റൈസ്, ഓർഗാനിക് വീറ്റ്, ഹൈബ്രിഡ് മൈസ്, വൈൽഡ് സോയാബീൻ. ഇതിനകത്ത് നമ്മൾ ഫോർട്ടിഫിക്കേഷൻ്റെ ഒക്കെ ടൈമിൽ പറഞ്ഞതാണ് ഏതാണ്? ഗോൾഡൻ റൈസ് ആണ് എന്ത് GM ക്രോപ്പിന് എക്സാമ്പിൾ. എന്താണ്? വൈറ്റമിൻ A റിച്ച് ആയിട്ടുള്ള ഒരു ക്രോപ്പാണ് ഏതെന്ന് പറയുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഗോൾഡൻ റൈസ് എന്ന് പറയുന്നത്. ഓക്കെ, വൈറ്റമിൻ A അതിനകത്ത് നമ്മളിപ്പോൾ എന്താണ് വൈറ്റമിൻ Aൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ്. അതാണ് ഗോൾഡൻ റൈസിൻ്റെ ഒരു സവിശേഷതയായിട്ട് വരുന്നുള്ളത്. വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് ജനറ്റിക് മോഡിഫിക്കേഷൻ ഇൻ ഫുഡ്സ്? എന്താണ് ജനറ്റിക് മോഡിഫിക്കേഷൻ ഫുഡ്സിനകത്ത് കൊണ്ടുവരേണ്ട പ്രൈമറി പർപ്പസ് എന്താണ്? എൻഹാൻസ് ഫ്ലേവർ, ഇംപ്രൂവ് ന്യൂട്രീഷണൽ വാല്യൂ, ഇൻക്രീസ് റെസിസ്റ്റൻസ് ടു പെസ്റ്റ് ആൻഡ് ഡിസീസ്, ഓൾ ഓഫ് ദ എബോവ്. എന്തായിരിക്കും അതിനകത്ത്? എൻഹാൻസ് ഫ്ലേവറും അല്ലേ, ന്യൂട്രീഷണൽ വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ, അതുപോലെ തന്നെ ഇൻക്രീസ് റെസിസ്റ്റൻസ് ടു പെസ്റ്റ് ആൻഡ് ഡിസീസ്, ഇതിനൊക്കെ വരാറുണ്ട്. അപ്പോൾ ഓൾ ഓഫ് ദി എബോവ് നമുക്ക് പറയാവുന്നതാണ്. പിന്നെ അടുത്തത് ഗോൾഡൻ റൈസ് ഈസ് ജനറ്റിക്കലി മോഡിഫൈഡ് ടു പ്രൊഡ്യൂസ് വിച്ച് വൈറ്റമിൻ. ഏത് വൈറ്റമിനാണ് നമ്മൾ പറഞ്ഞത്? ഇപ്പോൾ പറഞ്ഞല്ലോ, വൈറ്റമിൻ A ആണ്. പിന്നെ ഈ റൈസിന് സയൻറ്റിഫിക് നെയിമൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. എന്താണ് സയൻറ്റിഫിക് നെയിമൊന്ന് നമ്മൾ പഠിച്ചു വെക്കാം. എന്താണ്? ഒറൈസ സറ്റൈവ എന്നാണ് നമ്മൾ റൈസിൻ്റെ സയൻറ്റിഫിക് നെയിമായിട്ട് വരുന്നത്. പിന്നെ അതിനെക്കുറിച്ച് വൈറ്റമിൻ A ആണ് ഫോർട്ടിഫൈഡ് ആയിരിക്കുന്നത്, അതായത് റിച്ച് ആയിരിക്കുന്നതെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി വരാം. വിച്ച് കൺട്രി വാസ് ദ ഫസ്റ്റ് കൊമേഴ്ഷ്യലൈസ് ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ്? ഏത് കൺട്രിയാണ് ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് ഫസ്റ്റ് കൊമേഴ്ഷ്യലൈസ് ചെയ്തത് എന്നാണ്? ഏതാണ്? USA ആണ് കേട്ടോ. USA ആണ്. യൂറോപ്യൻ കൺട്രീസിനകത്ത് നമ്മളങ്ങനെ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് യൂസ് ചെയ്യാറില്ല കേട്ടോ. ഓക്കെ, സോ നമ്മളെന്ത് പറഞ്ഞു? ഇവിടെ വൈറ്റമിൻ A പറഞ്ഞത് ഗോൾഡൻ റൈസിൻ്റെ കേസിലാണ്. ജനറ്റിക് എഞ്ചിനീയറിങ്ങിലൂടെ പ്രൊഡ്യൂസ് ചെയ്തൊരു ക്രോപ്പാണ് ഗോൾഡൻ റൈസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്താണ്? നമ്മൾ സാധാരണ ബീറ്റാ കരോട്ടീൻ നമ്മുടെ റൈസിനകത്ത് അത്രയും കണ്ടൻറ്റ് വരാറില്ല. അപ്പോൾ നമ്മുടെ വൈറ്റമിൻ്റെ പ്രോ വൈറ്റമിൻ ഫോമായിട്ടുള്ള ബീറ്റാ കരോട്ടീനാണ് ഇവിടെ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബീറ്റാ കരോട്ടീൻ്റെ കളർ എന്താണ്? ഒരു യെല്ലോ ഓറഞ്ച് അല്ലെങ്കിൽ ഒരു ഗോൾഡൻ കളറാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ റൈസിന് ഗോൾഡൻ റൈസ് എന്നുകൂടി അറിയപ്പെടുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ്, വിച്ച് ഓർഗനൈസേഷൻ റെഗുലേറ്റ്സ് GM ഫുഡ് ഇൻ ദ യൂറോപ്യൻ യൂണിയൻ? ഏത് യൂറോപ്യൻ യൂണിയനകത്ത് ആരാണ്? EFSA ആണ്. നമുക്ക് വേണ്ട കേട്ടോ. യൂറോപ്യൻ ഫുഡ് സേഫ്റ്റി അതോറിറ്റീസ്. ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വിച്ച് ഏജൻസി ഓവർസീസ് ദ ലേബലിംഗ് ഓഫ് GM ഫുഡ്സ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണെങ്കിൽ FDA ആണ് എന്താണ് GMൻ്റെ ലേബലിംഗ് നോക്കാറുള്ളത്. ഈ ലേബലിംഗ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡ് ഇറക്കുമ്പോൾ നമ്മൾ അതിനകത്ത് എന്ത് എഴുതിയിരിക്കണം? ഇതൊരു ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡ് ആണെന്ന് ലേബൽ ചെയ്തിരിക്കണം. എന്നിട്ട് മാത്രമേ നമ്മളത് എങ്ങോട്ടേക്ക് ഇറക്കാൻ പാടുള്ളൂ? മാർക്കറ്റിലോട്ട് ഇറക്കാൻ പാടുള്ളൂ. ഓക്കെ, അല്ലാണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണ്? പണിഷബിൾ ആയിട്ടുള്ള ഒരു കുറ്റമാണ്. ഓക്കെ, എന്താണ്? ലേബലിംഗ് ചെയ്തിട്ട് മാത്രമേ GM ഫുഡ്സ് ഇറക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ US-ൻ്റെ കേസിൽ FDA ആണ് നോക്കുന്നത് കേട്ടോ. ഇതാ ഇങ്ങനെ ജനറ്റിക്കലി മോഡിഫൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ലേബൽ നമുക്ക് ആവശ്യമാണ്. ഇൻ 2020 വിച്ച് കൺട്രി മാൻഡേറ്റഡ് GM ഫുഡ് ലേബലിംഗ്? ഏത് കൺട്രിയാണ് GM ഫുഡ് ലേബലിംഗ് മാൻഡേറ്ററി ആക്കിയത്? ആരാണ്? USA ആണ്. 2020 കേട്ടോ. USA ആണ് മാൻഡേറ്ററി ആക്കിയത്. വാട്ട് ഈസ് ദ ത്രെഷോൾഡ് ഫോർ മാൻഡേറ്ററി GM ലേബലിംഗ് ഇൻ ദ EU? EUവിനകത്ത് 0.9% ആണ് ത്രെഷോൾഡായിട്ട് വരുന്നത്. അത് നമുക്ക് വേണ്ട കേട്ടോ. പിന്നെ സയൻറ്റിഫിക് ആൻഡ് എൻവയോൺമെൻറ്റൽ ആസ്പെക്ട്സ്. BT കോട്ടൺ, ബാസിലസ് തുറിഞ്ചിയൻസിസ് അല്ലേ, അതിനകത്ത് എന്താണ്? BT കോട്ടൺ അതിനകത്ത് നമ്മളെന്താണ്? ബെസ്റ്റ് റെസിസ്റ്റൻസ് വരുത്താൻ വേണ്ടിയിട്ട് അല്ലേ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ പറഞ്ഞിരിക്കുന്ന ആ ഒരു ജീൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ BT കോട്ടൺ എന്ന് പറയുമ്പോൾ എന്താണ്? ജനറ്റിക്കലി മോഡിഫൈഡ് ടു റെസിസ്റ്റ് വിച്ച് പെസ്റ്റ്? ഏത് പെസ്റ്റിന് വേണ്ടിയിട്ടാണ്? ബോൾവേം എന്ന് പറയുന്ന പെസ്റ്റിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ BT കോട്ടൺ
എന്ത് ചെയ്തിരിക്കുന്നത്, ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ BT എന്ന് പറയുമ്പോൾ എന്താണ്, ബാസിലസ് തുറിഞ്ചിയൻസിസ് ആണ്. ആ എൻസൈമിൻ്റെ പേരൊന്ന് പഠിച്ചു വെക്കുക. ഇപ്പോൾ ഇന്ത്യയിൽ നിലവിലുള്ളതിൽ ആകെ ഇന്ത്യയിനകത്ത് ഇപ്പോഴും എന്താണ് ഒരു പ്രശ്നമില്ലാതെ ഇപ്പോഴും നമ്മുടെ ഇന്ത്യയിനകത്ത് കൊണ്ടുപോകുന്ന ഒരേ ഒരു GM ക്രോപ്പ് ഏതാണ്, BT കോട്ടൺ ആണ്. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ നമ്മളെ ഇന്ത്യയിനകത്ത് ബാൻഡാണ്. ഓക്കെ, ഇന്ത്യയിൽ വേറെ യൂസ് ചെയ്യുന്നില്ല നമ്മൾ. ഓക്കെ, ഏറ്റവും കൂടുതൽ USA യൂസ് ചെയ്യുന്നത്. ഇന്ത്യയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് BT കോട്ടൺ ആണ്. ഓക്കെ, 2002 ഇത് അപ്രൂവൽ കിട്ടിയത് കേട്ടോ. ഈ BT കോട്ടണിന് അപ്രൂവൽ കിട്ടിയിരിക്കുന്നത് 2002. ഓക്കെ, 2002. ഇത് 1995 ഇറങ്ങിയെങ്കിലും നമ്മുടെ ഏതാണ്, നമ്മുടെ ഒരു കമ്മിറ്റി ഉണ്ട്, GEAC എന്ന് പറയും, നോട്ട് ചെയ്ത് വെച്ചോളൂ. ജനറ്റിക്കലി എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റി. എന്താണ്, ജനറ്റിക്കലി അല്ല കേട്ടോ, ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റി. അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റീൻ്റെ അപ്രൈസൽ കിട്ടിയാൽ മാത്രമേ നമുക്ക് ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡ്സ് ഇറക്കാൻ പറ്റുള്ളൂ. ഈ GEAC എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്, മിനിസ്ട്രി ഓഫ് ഫോറസ്റ്റ് ആൻഡ് എൻവയോൺമെൻറ്റൽ ക്ലൈമറ്റ് ചേഞ്ചിനോടൊക്കെ ഒന്നിച്ച് പ്രവർത്തിക്കുന്നുള്ള ഒരു ഏജൻസിയാണ്. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബയോടെക്നോളജി DBT ഇവരൊക്കെ ആയിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കുന്നുള്ള ഒരു ഏജൻസിയാണ് DEAC. എന്താ പറഞ്ഞത്, GEAC. ഓക്കെ, GEAC ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റിയാണ്. അവരാണ് ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ നോക്കിയിട്ട്, അതായത് GM ഫുഡിന് എന്തൊക്കെ ടോക്സിക് ആണോ, അത് എന്തൊക്കെ എഫക്റ്റ് ഉണ്ടാക്കും, അതൊക്കെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം അതിന് അപ്രൂവൽ കൊടുക്കുന്നുള്ള ഒരു കമ്മിറ്റി. ഓക്കെ, അങ്ങനെ നമ്മുടെ ഇന്ത്യനകത്ത് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത്, അതായത് ഇപ്പോഴും നമ്മുടെ ഇന്ത്യനകത്ത് എന്താണ് അനുവദിച്ചിരിക്കുന്ന ഒരേ ഒരു ഇത് BT കോട്ടൺ ആണ്. 1995 ആ BT കോട്ടൺ നിലവിൽ വരുന്നുള്ളത്. GEACൻ്റെ അപ്രൈസൽ അതിന് കിട്ടിയിരിക്കുന്നത് 2002 കേട്ടോ, അതുകൂടി എടുത്തു. ആൻഡ് വാട്ട് ജീൻ ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു ഗോൾഡൻ റൈസ്. നമ്മൾ പറഞ്ഞു ഗോൾഡൻ റൈസിനകത്ത് ബീറ്റാ കരോട്ടീൻ ആണ് കേട്ടോ, ബീറ്റോ കരോട്ടീൻ ജീനാണ്. വിച്ച് ടെക്നിക്ക് ഈസ് യൂസ് ടു ക്രിയേറ്റ് GM ഫുഡ്സ്. അതായത് നമ്മൾ GM ഫുഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നതെന്ന്. ഏത് ടെക്നിക്കാണ്, റീകോമ്പിനൻറ്റ് DNA ടെക്നോളജിയാണ് നമ്മൾ യൂസ് ചെയ്യുക. അതായത് ഒരു DNA, സാധാരണയുള്ള ഒരു DNA എടുത്തിട്ട് നമ്മുടെ ഓർഗാൻസ്, ഇപ്പോൾ ഒരു പ്ലാന്റാണെന്ന് വിചാരിച്ചോ, അതിനകത്ത് നമുക്ക് പെസ്റ്റ് റെസിസ്റ്റൻസ് കൊണ്ടുവരണം. BT കോട്ടൺ പോലെ അല്ലേ, അവിടെ ബോൾ വോംസിന് റെസിസ്റ്റൻസ് കിട്ടി. അപ്പോൾ അതുപോലുള്ള നമുക്ക് ഒരു പ്ലാന്റിലേക്ക് എന്ത് കൊണ്ടുവരണം, പെസ്റ്റ് റെസിസ്റ്റൻസ് കൊണ്ടുവരണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ആ പ്ലാന്റിൻ്റെ DNAയുടെ ചെറിയൊരു ഭാഗത്തിൽ നമ്മൾ എന്തുകൂടി ആഡ് ചെയ്ത് കൊടുക്കും, ഈ എക്സ്ട്രാ ജീൻ, പെസ്റ്റ് റെസിസ്റ്റൻറ്റ് ജീനിനെയും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. പിന്നെ എന്താണ്, അപ്പോൾ ആ പ്ലാന്റിലേക്ക് എന്ത് ഇൻസേർട്ട് ചെയ്തു, നമ്മൾ ആ പർട്ടിക്കുലർ ജീനിനെ ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു. എ പീസ് ഓഫ് DNA നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു. അതിനെയാണ് നമ്മൾ റീകോമ്പിനൻറ്റ് DNA ടെക്നോളജി എന്ന് പറയാം. അതായത് നമ്മൾ റീകമ്പൈൻ ചെയ്യാണ്, DNAയിലേക്ക് പുതിയൊരു ജീനെ കൂടി നമ്മൾ കമ്പൈൻ ചെയ്യാണ്. അപ്പോൾ റീകമ്പൈൻ എന്ന് പറയാം. അപ്പോൾ അങ്ങനെയുള്ള DNA നമ്മൾ എന്ത് പറയും, റീകോമ്പിനൻറ്റ് DNA ടെക്നോളജി എന്ന് പറയും. വാട്ട് ഈസ് ദ പ്രൈമറി എൻവയോൺമെൻറ്റൽ കൺസേൺ റിലേറ്റഡ് ടു GM ക്രോപ്സ്. അതായത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ GM ക്രോപ്സ് എന്നൊക്കെ പറയുമെങ്കിലും നമുക്ക് തന്നെ അത് കഴിക്കാൻ അത്രയ്ക്ക് അങ്ങോട്ട് എത്തിക്കൽ ഇഷ്യൂസ് ഉണ്ട് ഒരുപാട്. എല്ലാവരും അത് അങ്ങോട്ട് ആക്സെപ്റ്റഡ് ആയിട്ടില്ല. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള കൺസേൺസ് ഉണ്ട്. എന്താണ് എൻവയോൺമെൻറ്റൽ കൺസേൺ എന്നാണ് ക്വസ്റ്റ്യൻ. ഒന്ന്, ക്രോസ് പോളിനേഷൻ വിത്ത് GM ക്രോപ്സ്, ഇൻക്രീസ്ഡ് വാട്ടർ പ്രൊഡക്ഷൻ കൺസംഷൻ, ഡിപ്ലീഷൻ ഓഫ് സോയിൽ ന്യൂട്രിയൻസ്, ഓവർ പ്രൊഡക്ഷൻ ഓഫ് ക്രോപ്സ്. ഇവിടെ മെയിനായിട്ട് വരിക ക്രോസ് പോളിനേഷൻ വിത്ത് GM ക്രോപ്സ് ആണ്. അതായത് GM ക്രോപ്സുമായിട്ട് നമ്മുടെ ഈ GM ക്രോപ്സ് ക്രോപ്പ് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്യാരക്ടർ അത് പ്രൊഡ്യൂസ് ചെയ്താൽ അത് പ്രശ്നമായിരിക്കില്ലേ. അതൊക്കെയാണ് എൻവയോൺമെൻറ്റൽ കൺസേൺ ആയിട്ട് വരുന്നത്. വിച്ച് ഓർഗനൈസേഷൻ ഡിക്ലെയർഡ് GM ഫുഡ്സ് സേഫ് ഫോർ കൺസംഷൻ. ഏത് ഏജൻസിയാണ് GM ഫുഡ്സ് കൺസംഷന് സേഫ് ആണെന്ന് പറയുന്നത്? ഇവരെല്ലാം പറയുന്നുണ്ട് കേട്ടോ. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ, FDA, WHO. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ GEAC എന്ന് പറഞ്ഞില്ലേ, അവരേതൊക്കെ ഏജൻസി ആയിട്ടായിരുന്നു, DBT ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബയോടെക്നോളജി, പിന്നെ നമ്മുടെ FSSAI ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് അവരുമായിട്ട് ജോയിൻ ചെയ്തിട്ടാണുള്ളത്. പിന്നെ ഒന്നുകൂടെ പറഞ്ഞു MOEFCC. ഓക്കെ, അത് മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് ഫോറസ്റ്റ് ക്ലൈമറ്റ് ചേഞ്ച് ആണ്. ഹെൽത്ത് ആൻഡ് എത്തിക്കൽ കൺസേൺസ്. വാട്ട് ഈസ് ദ മേജർ ഹെൽത്ത് കൺസേൺ അസോസിയേറ്റഡ് വിത്ത് GM ഫുഡ്സ്. മെയിനായിട്ടുള്ള ഹെൽത്ത് കൺസേൺ എന്ന് പറയുന്നത് അലർജിയാണ്. ഓക്കെ, ചിലപ്പോൾ ആ നമ്മൾ ഫുഡിനകത്ത് ഏതെങ്കിലും അടങ്ങിയിരിക്കുന്ന ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് കഴിച്ചിട്ട് എന്താണ് അലർജീസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എല്ലാവർക്കും വരണമെന്നില്ല, ഓരോരോ ആൾക്കാർക്ക് എന്ത് വരാറുണ്ട്, അലർജി കോസ് ചെയ്യാറുണ്ട്. വാട്ട് എത്തിക്കൽ ഇഷ്യൂസ് ഓഫൺ റേസ്ഡ് എഗെയിൻസ്റ്റ് GM ഫുഡ്സ്. പേറ്റന്റ് ഓണർഷിപ്പ് ബൈ കോർപ്പറേഷൻസ്, ഇൻക്രീസ്ഡ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ലോ മാർക്കറ്റ് ഡിമാൻഡ്, ലാക്ക് ഓഫ് ഫ്ലേവർ. ഇവിടെ പേറ്റന്റ് ഓണർഷിപ്പ് ബൈ കോർപ്പറേഷൻസ് ആണ് കറക്റ്റ് വരുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ബെനിഫിറ്റ് ഓഫ് GM ഫുഡ്.
ജി എം ഫുഡിൻ്റെ ബെനഫിറ്റ് പറയുകയാണെങ്കിൽ നമുക്ക് എന്താണ് പെസ്റ്റിസൈഡ്സ് അല്ലെ പെസ്റ്റിസൈഡ് റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നുണ്ട്, ഇൻസെക്ടിസൈഡ് റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നുണ്ട്, പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത് ഷെൽഫ് ലൈഫ്, ഓരോ പ്രൊഡക്റ്റിൻ്റെ ഷെൽഫ് ലൈഫ് നമുക്ക് കൂട്ടാൻ പറ്റാറുണ്ട്. പിന്നെ പലതരത്തിലുള്ള ന്യൂട്രിയൻറ്റ് നമുക്ക് എൻറിച്ച് ചെയ്യാൻ പറ്റാറുണ്ട് അല്ലേ. വൈറ്റമിൻ എ ഗോൾഡൻ റൈസിൽ നമ്മൾ കൊടുത്തു. അതുപോലെ തന്നെ പലതരത്തിലുള്ള മിനറൽസ് വൈറ്റമിൻസ് ഒക്കെ നമുക്ക് ഫുഡിനകത്തേക്ക് അതിൻ്റെ ന്യൂട്രിറ്റീവ് വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ നമുക്ക് പറ്റാറുണ്ട് അല്ലേ. ഇതൊക്കെയാണ് ജി എം ഫുഡ്സിൻ്റെ ബെനിഫിറ്റ് ആയിട്ട് വരുന്നുള്ളത്. അപ്പോൾ അവിടെ പെസ്റ്റിസൈഡ്സിൻ്റെ റെസിസ്റ്റൻസ് അതിന് കിട്ടിയാൽ അവിടെ എന്താ ബെനിഫിറ്റ് ആയിട്ടുള്ളത്, യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ് അവിടെ നമുക്ക് കുറക്കാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ റിഡ്യൂസ്ഡ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ് ജി എം ഫുഡ്സിൻ്റെ ഒരു ബെനിഫിറ്റാണ്. വാട്ട് ഈസ് എ കൺസേൺ അബൌട്ട് ജി എം ക്രോപ്സ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി? റിഡക്ഷൻ ഓഫ് ജനറ്റിക് ഡൈവേഴ്സിറ്റി, ഓവർ പോപ്പുലേഷൻ ഓഫ് പെസ്റ്റ്, ഇംപ്രൂവ്ഡ് ക്രോപ്പ് റെസിസ്റ്റൻസ്, ഇൻക്രീസ്ഡ് സോയിൽ ഫെർട്ടിലിറ്റി. അവിടെ ജനറ്റിക് ഡൈവേഴ്സിറ്റി കുറയാണ് ചെയ്യുന്നുള്ളത്. ഓക്കെ, ജി എം ക്രോപ്സ് നമ്മളിങ്ങനെ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് ഉണ്ടാക്കുമ്പോൾ അവിടെ ശരിക്കും ഉണ്ടാവാൻ പോകുന്നുള്ള ജനറ്റിക് ഡൈവേഴ്സിറ്റി അവിടെ കുറയാണ് ചെയ്യുന്നുള്ളത്. വിച്ച് പോപ്പുലേഷൻ ഈസ് മോസ്റ്റ് ലൈക്ലി ടു ബെനിഫിറ്റ് ഫ്രം ജി എം ഫുഡ്സ്? ആരാണ്? ഡെവലപ്പിംഗ് കൺട്രി ആണോ, അർബൻ പോപ്പുലേഷൻ ആണോ, ഇൻഡസ്ട്രിയലൈസ്ഡ് ആണോ, വെൽത്തി കൺസ്യൂമേഴ്സ് ആണോ? ഡെവലപ്പിംഗ് കൺട്രീസ് ആണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റഡ് ആവുന്നുള്ളത്. നെക്സ്റ്റ്, വിച്ച് കൺട്രി ഹാസ് ദ ലാർജസ്റ്റ് ഏരിയ അണ്ടർ ജി എം ക്രോപ്പ് കൾട്ടിവേഷൻ? ഏത് കൺട്രീനകത്താണ്? USA-നകത്താണ്. ഓക്കെ, 1990s നമ്മുടെ ജി എം ക്രോപ്സ് ആദ്യമായിട്ട് വരുന്നുള്ളത് കേട്ടോ. 1990s ജി എം ക്രോപ്സ് ആദ്യമായിട്ട് വരുന്നുള്ളത്. അതും എവിടെയാണ്? നമ്മുടെ എന്താണ് ഓക്കെ ജി എം ഫുഡ്സ് ഫസ്റ്റ് മാർക്കറ്റിൽ വരുന്നുള്ളത് 1990s. പിന്നെ ഫ്ലേവർ സേവർ, നമ്മൾ ടൊമാറ്റോ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഫ്ലേവർ സേവർ അതാണ് ഫസ്റ്റ് കൊമേഴ്ഷ്യലി ഗ്രോൺ ആയിട്ടുള്ള ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡ്. ഓക്കെ, ഫ്ലേവർ സേവർ, FLAVR ആ പ്രൊഡക്റ്റാണ്. അതാരാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഒരു കാലിഫോർണിയൻ കമ്പനിയാണ്, കാൽജീൻ എന്ന് പറയുന്ന കമ്പനി. ഇത് നമ്മൾ ടൊമാറ്റോൻ്റെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഓക്കെ, ഇത് കൂടാണ്ട് സോയാബീൻ, കോൺ, കനോള, കോട്ടൺ സീഡ് അതുപോലുള്ള പ്രൊഡക്ട്സൊക്കെ എന്താണ് മോഡിഫൈ ചെയ്ത് കിട്ടാറുണ്ട്. ഏറ്റവും കൂടുതൽ ഏരിയ ഉള്ളത് ആർക്കാണ്? USA-ക്കാണ്. അവരാണ് എന്താണ് ഒരു പേടിയില്ലാണ്ട് ഒരുപാട് ജി എം ഫുഡ്സ് കഴിക്കുന്നുള്ളത്. ഒരുപാട് എന്താണ് ബെനിഫിറ്റ്സ് ഇതിന് അകത്തുണ്ടല്ലേ. ഏതൊക്കെയാണ്? അതായത് പ്രോട്ടീൻ കണ്ടൻറ്റ് നമുക്ക് ഇൻക്രീസ് ചെയ്യാം, ഓയിൽ കണ്ടൻറ്റ് ഇൻക്രീസ് ചെയ്യാം, ഫ്ലേവർ ഇൻക്രീസ് ചെയ്യാം, ഡിസീസ് റെസിസ്റ്റൻസ്, പെസ്റ്റ് റെസിസ്റ്റൻസ്, അങ്ങനെയൊക്കെ നമുക്കത് ഇൻക്രീസ് ചെയ്യാം. ഇതെങ്ങനെയാണ്? ഇതിൻ്റെ ടൂൾ ഏതാണ്? റീകോമ്പിനൻറ്റ് DNA ടെക്നോളജിയാണ്. ഓക്കെ, ഇന്ത്യസ് ഫസ്റ്റ് ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡ് ക്രോപ്പ് അപ്രൂവ്ഡ് ഫോർ കൊമേഴ്ഷ്യൽ യൂസ് വാസ്? ഇന്ത്യയിനകത്ത് ഫസ്റ്റ് ജനറ്റിക്കലി മോഡിഫൈ ചെയ്തിരിക്കുന്ന ഏത് അപ്രൂവൽ കിട്ടിയിരിക്കുന്ന ഏത് ക്രോപ്പാണ്? BT കോട്ടൺ ആണ്. അത് തന്നെയാണ് ഇന്നും നിലവിലുള്ളത്. ഏത് വർഷമാണ് അതിന് അപ്രൂവൽ കിട്ടിയത്? 2002. വിച്ച് ഇൻ്റർനാഷണൽ പ്രോട്ടോകോൾ റെഗുലേറ്റ്സ് ദ മൂവ്മെൻറ്റ് ഓഫ് GMOs അക്രോസ് ബോർഡേഴ്സ്? അതായത് അതായത് നമ്മളിപ്പോൾ ഇമ്പോർട്ട് എക്സ്പോർട്ട് ഒക്കെ ഇല്ലേ, അതിനകത്ത് ഏത് ഇൻ്റർനാഷണൽ പ്രോട്ടോക്കോളാണ് ഈ GMOൻ്റെ മൂവ്മെൻറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നുള്ളത്? അപ്പോൾ ക്യോട്ടോ പ്രോട്ടോക്കോളും മോൺട്രിയൽ പ്രോട്ടോക്കോളും നമുക്കറിയാം. അതിനകത്ത് കാർട്ടാഗീന പ്രോട്ടോക്കോൾ, ഇതെങ്ങനെയാണ് നിങ്ങൾ വായിക്കാമെന്നറിയില്ല. ആ പ്രോട്ടോക്കോളാണ് ഏത് നമ്മുടെ GMOസിൻ്റെ ഇതിനു വേണ്ടി റെഗുലേറ്റ് ചെയ്യുന്നുള്ളത്. ഓക്കെ, ഇൻ വിച്ച് ഇയർ ഡിഡ് USA മേക്ക് GMO ലാബലിംഗ് മാൻഡേറ്ററി? നമ്മളിപ്പോൾ പറഞ്ഞതിലുള്ളൂ 2020 GMO ലാബലിംഗ് മാൻഡേറ്ററി ആക്കിയത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ GM ക്രോപ്പ്? ഇവിടെ സോയാബീൻ എന്താണ് GM ക്രോപ്പാണ്. അത് വേണമെങ്കിൽ നോക്കി വെച്ചോളൂ. റൗണ്ട് അപ്പ് റെഡി സോയാബീൻ എന്ന് പറയും. എന്താണ്? റൗണ്ട് അപ്പ് റെഡി സോയാബീൻ എന്ന് പറയും. അത് തന്നെയാണ് ഓപ്ഷൻ ഡിയിലും വരുന്നുള്ളത്. റൗണ്ട് അപ്പ് കാനോല എന്ന് പറയും. ഓക്കെ, റൗണ്ട് അപ്പ് കാനോല എന്ന് പറയും. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊരു ഈ സോയാബീൻസിനെ നമ്മൾ മോഡിഫൈ ചെയ്യുന്നുള്ളത് ഒരു ഗ്ലൈഫോസേറ്റിനെ ടോളറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ പറഞ്ഞിരിക്കുന്ന രണ്ടും, റൗണ്ട് അപ്പ് റെഡി സോയാബീനും റൗണ്ട് അപ്പ് കാനോലയും, ഇത് രണ്ടും മോഡിഫൈ ചെയ്തിരിക്കുന്നത് ഗ്ലൈഫോസേറ്റിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ടോളറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗ്ലൈഫോസേറ്റ് എന്ന് പറയുന്ന ഒരു ഹെർബിസൈഡ് ഉണ്ട്, അത് റൗണ്ട് അപ്പ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതിനെ ടോളറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിനെ മോഡിഫൈ ചെയ്തിരിക്കുന്നത്. ഇതിനെ സോയാബീനെയും കനോളയും. അതുകൊണ്ടാണത് റൗണ്ട് അപ്പ് സോയാബീൻ എന്നും റൗണ്ട് അപ്പ് കനോല എന്നും അറിയപ്പെടുന്നുള്ളത്. ഓക്കെ, ദ ഫാമേഴ്സ് അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാമേഴ്സിന് ഈ പറഞ്ഞിരിക്കുന്ന ഗ്ലൈഫോസേറ്റ് വെച്ചിട്ട് വീഡ്സിനെ കില്ല് ചെയ്യാൻ പറ്റും അല്ലേ. ഇപ്പോൾ ഈ സോയാബീനും കനോലയും ഹെർബിസൈഡ് റെസിസ്റ്റൻ്റ് ആണെങ്കിൽ അത് അവിടെ സ്പ്രേ ചെയ്യുന്നതിന് കുഴപ്പമില്ലല്ലോ. അപ്പോൾ സോയാബീറ്റാണെന്ന് പറയാം. പിന്നെ മെയ്സ് അല്ലേ, മെയ്സിൻ്റെ കേസ് നമ്മളിപ്പോൾ ഓപ്ഷൻ സി കാണുന്നുണ്ടാവും, കോൺ. അതെന്താണ്? മൈസ് അല്ലെങ്കിൽ കോൺ എന്ന് നമ്മൾ പറയുന്നുണ്ട് അല്ലേ.
അതും എന്താണ്, ഒരു മോഡിഫൈഡ് ക്രോപ്പ് തന്നെയാണ്. BT കോൺ എന്നാണ് അതറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെയും എന്താണ് ജനറ്റിക്കലി എഞ്ചിനീയർ ചെയ്തിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്, ബാസിലസ് തുറിഞ്ചിയൻസിൽ നിന്നുള്ള ഒരു ജീൻ വെച്ചിട്ടാണ് ഇതിനെയും മോഡിഫൈ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അത് BT കോൺ എന്ന് പറയുന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണല്ലോ. കോൺ ബോറർ എന്ന് പറയുന്ന ഡിസീസിന് റെസിസ്റ്റൻസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. വീറ്റ് എന്തല്ല ഒരു GM ക്രോപ്പ് അല്ല. അപ്പോൾ സോയാബീൻ റൗണ്ട് അപ്പ് എന്ന് പറയുന്നുള്ള ഒരു എന്താണ് പെസ്റ്റിസൈഡ്സിൻ്റെ ഹെർബിസൈഡിൻ്റെ റെസിസ്റ്റൻസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഗ്ലൈഫോസേറ്റ് അതൊരു ഹെർബിസൈഡാണ്. അപ്പോൾ സോയാബീനും കനോള എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഓയിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുള്ളൊരു ക്രോപ്പാണ് കനോള. നെക്സ്റ്റ്, സയൻറ്റിഫിക് അഡ്വാൻസസ് ഇൻ GM ഫുഡ്സ്. വിച്ച് ടൂൾ ഈസ് വൈഡ്ലി യൂസ്ഡ് ഫോർ ജീൻ എഡിറ്റിംഗ് ഇൻ GM ഫുഡ്സ് ടുഡേ? ജീൻ എഡിറ്റിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുള്ള ടൂൾ ഏതാണെന്നാണ്. ഇത് അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് വേണമെന്ന് അറിയില്ല, എങ്കിൽ നോക്കിച്ചോളൂ. CRI CRISPR-Cas9. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കുക. സയൻറ്റിഫിക് അഡ്വാൻസസിൻ്റെ അണ്ടറിൽ വരുന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. വാട്ട് ഈസ് ദ റോൾ ഓഫ് ഹെർബിസൈഡ് റെസിസ്റ്റൻറ്റ് GM ക്രോപ്സ്? ഹെർബിസൈഡ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള GM ക്രോപ്സ് വന്നാൽ അതിൻ്റെ റോൾ എന്താണ്? എൻഹാൻസ് ഫോട്ടോസിന്തസിസ് വരില്ല, അതുപോലെ തന്നെ ഇംപ്രൂവ് ടേസ്റ്റ് വരില്ല, റിഡ്യൂസ് വാട്ടർ കൺസംഷൻ വരില്ല, പിന്നെ എന്ത് വരും, ടോളറേറ്റ് സ്പെസിഫിക് ഹെർബിസൈഡ്സ് അല്ലേ. നമുക്കിപ്പോൾ നമ്മൾ പറഞ്ഞ ഗ്ലൈഫോസേറ്റ് ഏതിൻ്റെ കേസിൽ നമ്മളിപ്പോൾ പറഞ്ഞതായിരുന്നു കാനോലയും, അതുപോലെ തന്നെ റൗണ്ട് അപ്പ് ചെയ്തായിരുന്നു സോയാബീൻ. ഓക്കെ, വിച്ച് ബാക്ടീരിയം ഈസ് കോമൺലി യൂസ്ഡ് ഫോർ ഇൻസേർട്ടിങ് ജീൻസ് ഇൻ ടു GM ക്രോപ്സ്? ഓക്കെ, ഈ ജീൻസിനെ GM ക്രോപ്സിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ബാക്ടീരിയ ഏതാണ്? അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ്. ഓക്കെ, അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ്. വാട്ട് ഈസ് ദ പ്രൈമറി ഫീച്ചർ ഓഫ് BT ക്രോപ്സ്? പ്രൈമറി ഫീച്ചർ എന്താണ് BT ക്രോപ്സിൻ്റെ? BT ക്രോപ്സ് എന്ന് വെച്ചാൽ എന്താണ്? BT ബ്രിഞ്ചാൾ ഉണ്ട്, BT കോട്ടൺ ഉണ്ട്, പിന്നെ എന്തായിരുന്നുള്ളത്, BT കോൺ ഉണ്ട്. അപ്പോൾ അതെന്താണ് മെയിനായിട്ട് റെസിസ്റ്റൻസ് ടു ഇൻസെക്ട്സ് ആണ് വരുന്നുള്ളത്. RNA ഇൻ്റർഫറൻസ് ടെക്നോളജി ഈസ് യൂസ്ഡ് ഇൻ GM ക്രോപ്സ് ടു എന്തിനു വേണ്ടിയിട്ടാണ് RNA ഇൻ്റർഫറൻസ് ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യുന്നുള്ളത്? ചില സ്പെസിഫിക് ജീൻസിനെ, നമ്മുടെ അതായത് പെസ്റ്റിനകത്തുള്ള ചില സ്പെസിഫിക് ജീൻസിനെ സൈലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ RNA ഇൻ്റർഫറൻസ് ടെക്നിക്ക് യൂസ് ചെയ്യുന്നുള്ളത്. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഫ്ലേവർ സേവർ ടൊമാറ്റോ നേരത്തെ പറഞ്ഞില്ലേ, അതെന്തായിരുന്നു? ഒരു ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പായിരുന്നു. അപ്പോൾ അവിടെ എങ്ങനെയുള്ള മോഡിഫിക്കേഷനാണ് ചെയ്തത്? നമ്മൾ അതിൻ്റെ ഷെൽഫ് ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്യാണ് ചെയ്തത്. ഓക്കെ, ഷെൽഫ് ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്യാണ് ചെയ്യുന്നുള്ളത് ഫ്ലേവർ സേവറിൽ. എനിക്കിവിടെ ഇങ്ങനെ എഴുതാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് കുറച്ച് തപ്പിപ്പോകുന്ന പോലെ തോന്നുന്നുള്ളത് കേട്ടോ. എന്തായാലും കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, ഞാൻ പറയുന്നത് കേട്ടില്ലെങ്കിലും ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്ന് നോക്കുക കേട്ടോ. ഫ്ലേവർ സേവർ ടൊമാറ്റോ എന്തിനാണ്? ആ ഒരു നമ്മൾ പറഞ്ഞത് അതിൻ്റെ ഒരു ഷെൽഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് നമ്മുടെ ടൊമാറ്റോ കേടാവാതിരിക്കാൻ, അങ്ങനെയുള്ള മോഡിഫിക്കേഷനാണ് ഫ്ലേവർ സേവർ ടൊമാറ്റോ അല്ലാത്ത ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രൊഡക്റ്റാണ് പൊട്ടാറ്റോ. ഏത് പൊട്ടാറ്റോ? ഇന്നേറ്റ് പൊട്ടാറ്റോ എന്ന് പറയും. INNATE, ഇന്നേറ്റ് പൊട്ടാറ്റോ. അതായത് ഈ പൊട്ടാറ്റോ വെച്ചിട്ട് നമ്മൾ ചില പ്രൊഡക്ട്സ് ഉണ്ടാക്കൂലേ, അതായത് പൊട്ടാറ്റോ ചിപ്സൊക്കെ പോലെ നമ്മൾ ഹൈ ടെമ്പറേച്ചറിൽ അതിന് ഫ്രൈ ചെയ്യുമ്പോൾ അവിടെ കുറച്ച് ഹാംഫുൾ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ആ കോമ്പൗണ്ട്സ് ഇല്ലാതിരിക്കാൻ വേണ്ടി മോഡിഫൈ ചെയ്തുണ്ടാക്കിയ പ്രൊഡക്റ്റാണ് ഇന്നേറ്റ് പൊട്ടാറ്റോ. ഓക്കെ, ഇന്നേറ്റ് പൊട്ടാറ്റോ. അപ്പോൾ ചില സമയത്ത് കാർസിനോജനിക് കോമ്പൗണ്ട്സ് ഒക്കെയാണ് ഈ പൊട്ടാറ്റോ ഫ്രൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടി ജനറ്റിക്കലി മോഡിഫൈ ചെയ്തിരിക്കുന്ന പൊട്ടാറ്റോ ആണ് ഇന്നേറ്റ് പൊട്ടാറ്റോ. ഓക്കെയാണ്. പബ്ലിക് പെർസെപ്ഷൻ ആൻഡ് ആക്സെപ്റ്റൻസ്. വിച്ച് കോണ്ടിനെൻറ്റ് ഹാസ് ദ സ്ട്രിക്റ്റസ്റ്റ് റെഗുലേഷൻസ് ഓൺ GM ഫുഡ്? നമ്മൾ പറഞ്ഞു എവിടെയാണ്? യൂറോപ്പിൽ. അവരാണ് അധികം അതിനെ യൂസ് ചെയ്യാത്തത്. എ കോമൺ റീസൺ ഫോർ കൺസ്യൂമേഴ്സ് ഓപ്പോസ് GM ഫുഡ് ഈസ്. എന്തുകൊണ്ടാണ് അവർ ഓപ്പോസ് ചെയ്യുന്നത്? ലാക്ക് ഓഫ് ലോങ് ടേം സേഫ്റ്റി സ്റ്റഡീസ്, ഹൈ കോസ്റ്റ്, ലിമിറ്റഡ് അവൈലബിലിറ്റി, റിഡ്യൂസ്ഡ് ഫ്ലേവർ. എന്തുകൊണ്ടാണ്? ലാക്ക് ഓഫ് ലോങ് ടേം സേഫ്റ്റി സ്റ്റഡീസ്. വാട്ട് ലേബൽ ഈസ് ഓഫൺ ഫൗണ്ട് ഓൺ non-GMO പ്രൊഡക്ട്സ്? non-GMO പ്രൊഡക്ട്സിനകത്ത് എന്തൊക്കെയാണ് കാണുന്നുള്ളത്? non-GMO പ്രൊജക്റ്റ് വെരിഫൈഡ് എന്ന് പറയുന്ന ലേബലിംഗ് കാണാറുണ്ട്. non-GMO പ്രൊജക്റ്റ് വെരിഫൈഡ്. വിച്ച് റീജിയൻ ഈസ് മോസ്റ്റ് റെസിസ്റ്റൻറ്റ് ടു അഡപ്റ്റിംഗ് GM ഫുഡ്സ്? നമ്മളിപ്പോൾ പറഞ്ഞല്ലോ യൂറോപ്യൻ യൂണിയൻ. വാട്ട് ഈസ് വൺ അഡ്വാൻറ്റേജ് ഓഫ് മാൻഡേറ്ററി GM ഫുഡ് ലാബലിംഗ്? എന്താണ് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നുള്ളത്? ഇവിടെ ഇൻക്രീസസ് കൺസ്യൂമർ ചോയ്സ്, റിഡ്യൂസസ് പ്രൊഡക്ഷൻ കോസ്റ്റ്, ഇംപ്രൂവ്സ് എക്സ്പോർട്ട് ക്വാളിറ്റി, എലിമിനേറ്റ് ഹെൽത്ത് റിസ്ക്. എലിമിനേറ്റ് ഹെൽത്ത് റിസ്ക് ആണ് വരിക. ഓക്കെ, നമ്മൾ പറഞ്ഞില്ലേ ഇൻക്രീസസ് കൺസ്യൂമർ ചോയ്സ്, അതായത് ചിലവർക്ക്
അലർജി പോലുള്ള കണ്ടീഷൻസൊക്കെ വരാറുണ്ട്. അപ്പോൾ അത് നമുക്ക് കൺസ്യൂമർ അത് ചോയ്സാണ്, അവർക്ക് വേണമെങ്കിൽ അതെടുക്കാം, വേണ്ടെങ്കിൽ അതെടുക്കില്ല. ഓക്കെ, അപ്പോൾ അത് കൺസ്യൂമർ ചോയ്സാണ് കറക്റ്റ് വരിക കേട്ടോ. ഹെൽത്ത് റിസ്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി അത് കൺസ്യൂമറിൻ്റെ ഒരു ചോയ്സാണ്. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞത്, അലർജി പോലുള്ള കാര്യങ്ങളൊക്കെ വരാറുണ്ട് ചില ആൾക്കാർക്ക് ഈ പറഞ്ഞിരിക്കുന്ന GM ഫുഡ് കാരണം. എൻവയോൺമെൻറ്റൽ ആൻഡ് എക്കണോമിക് ഇമ്പാക്ട്സ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ എക്കണോമിക് ബെനിഫിറ്റ് ഓഫ് GM ക്രോപ്സ്? എന്താണ് എക്കണോമിക് ബെനിഫിറ്റ് എന്ന് പറയുന്നത്? നമുക്ക് പെസ്റ്റിസൈഡിൻ്റെ കോസ്റ്റ് കുറക്കാൻ പറ്റും അല്ലേ? പെസ്റ്റിസൈഡ്സിൻ്റെ കോസ്റ്റ് കുറക്കാം, കാരണം പെസ്റ്റിസൈഡ് റെസിസ്റ്റൻ്റ് ആണ് നമ്മളെ ഫുഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെസ്റ്റിസൈഡിൻ്റെ റെസിസ്റ്റൻസ് കുറക്കാം. ലേബർ കോസ്റ്റും ഹൈ സീഡ് പ്രൈസ് അതൊന്നും ഇല്ല കേട്ടോ. വാട്ട് ഈസ് ദ പ്രൈമറി എൻവയോൺമെൻറ്റൽ റിസ്ക് ഓഫ് GM ക്രോപ്സ്? എന്താണ് പ്രൈമറി എൻവയോൺമെൻറ്റൽ റിസ്ക് എന്ന് പറയുന്നത്? ഡെവലപ്മെൻറ്റ് ഓഫ് ഹെർബിസൈഡ് റെസിസ്റ്റൻറ്റ് വീഡ്സ് അല്ലെ, അതൊരു റിസ്ക് അല്ലേ? അതായത് എന്താണ്, ഹെർബിസൈഡ് റെസിസ്റ്റൻറ്റ് വീഡ്സ് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ക്രോസ് പോളിനേഷൻ അതുപോലുള്ള വഴികളിൽ എന്ത് വരും, ഇത് നമ്മൾ പുതിയൊരു ഹെർബിസൈഡ് റെസിസ്റ്റൻസ് വീഡ്സൊക്കെ അവിടെ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ശരിക്കും നമ്മൾ ജനറ്റിക്കലി മോഡിഫൈ അല്ലേ ചെയ്യുന്നുള്ളത്. ഈ പ്രോസസ്സ് എന്താണ്, ശരിക്കും അൺനാച്ചുറൽ ആണ്. അതുകൊണ്ടാണ് ആൾക്കാർക്ക് അതിനെ സ്വീകരിക്കാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത്. ഓക്കെ, പിന്നെ ഒരു പ്രശ്നം എന്നുള്ളത് ഈ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് നമ്മൾ കൊടുക്കാറുണ്ട്. അങ്ങനെ ഈ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻ നമ്മൾ ഈ ഫുഡ് കഴിക്കുന്നതിലൂടെ അത് നമ്മളിലോട്ട് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കും അതുപോലുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. GM ക്രോപ്സ് ക്യാൻ ഹെൽപ്പ് ഇൻ കോമ്പാറ്റിംഗ് ക്ലൈമറ്റ് ചേഞ്ച് ബൈ, എങ്ങനെയാണ് GM ക്രോപ്സ് ഹെൽപ്പ് ചെയ്യുന്നുള്ളത്? റിഡ്യൂസിങ് ദ നീഡ് ഫോർ കെമിക്കൽ ഫെർട്ടിലൈസർ. ഇവിടെ നമുക്ക് എന്താണ് കെമിക്കൽ ഫെർട്ടിലൈസർ യൂസ് ചെയ്യേണ്ടി വരാറുണ്ടോ? ഇല്ല, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ നീഡ് അവിടെ വരുന്നില്ല. ഓക്കെ, അതൊരു എന്താണ്, അങ്ങനെ നമുക്ക് ക്ലൈമറ്റ് ചേഞ്ചിനെ കോമ്പാക്റ്റ് ചെയ്യാം. വിച്ച് ഓർഗനൈസേഷൻ ഹാസ് റേസ്ഡ് കൺസേൺ അബൌട്ട് GM ക്രോപ്സ് അഫക്റ്റിംഗ് പോളിനേറ്റേഴ്സ്? അതേത് ഓർഗനൈസേഷൻ ആയിരുന്നു? ഗ്രീൻ പീസ് ആണ് കേട്ടോ, ഗ്രീൻ പീസ്. പിന്നെ നമ്മൾ ഈ GM ഫുഡ്സിൻ്റെ ബേസിസിൽ അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ജനറേഷൻ ക്രോപ്പ്, സെക്കൻഡ് ജനറേഷൻ ക്രോപ്പ്, അതുപോലെ തന്നെ തേർഡ് ജനറേഷൻ ക്രോപ്പ് എന്ന് പറഞ്ഞാൽ 3 തരത്തിൽ ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ജനറേഷൻ ക്രോപ്പ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പ്ലാന്റ്സ് വിത്ത് എൻഹാൻസ്ഡ് ഇൻപുട്ട് ട്രയഡ്സ് സച്ച് ആസ് ഹെർബിസൈഡ് റെസിസ്റ്റൻറ്റ്, ഇൻസെക്റ്റ് റെസിസ്റ്റൻറ്റ്, സ്ട്രെസ് ടോളറൻസ്, അതുപോലുള്ള ട്രയഡ്സ് കിട്ടുന്നതിനാണ് നമ്മൾ ഫസ്റ്റ് ജനറേഷൻ ക്രോപ്സ് എന്ന് പറയാം. സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുമ്പോൾ അതായത് നമ്മുടെ ന്യൂട്രിയൻസിൻ്റെ ഒക്കെ ലെവൽ ഇൻക്രീസ് ചെയ്യില്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞ വൈറ്റമിൻ എ ഗോൾഡൻ റൈസിൽ, അതുപോലെ തന്നെ പ്രോട്ടീൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്തിട്ട് അതുപോലെയൊക്കെ വരുന്നുള്ളതാണ് ന്യൂട്രിയൻസിൻ്റെ ലെവൽ കൂട്ടുന്നതിനാണ് നമ്മൾ സെക്കൻഡ് ജനറേഷൻ എന്ന് പറയാം. ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ഇൻസെക്ട് റെസിസ്റ്റൻറ്റ്, പെസ്റ്റ് റെസിസ്റ്റൻറ്റ് പോലുള്ളവ. സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുമ്പോൾ ഇതുപോലുള്ള ന്യൂട്രിയൻസ്, ഷുഗറിൻ്റെ കണ്ടൻറ്റ്, ഫാറ്റിൻ്റെ കണ്ടൻറ്റ്, മൈക്രോ ന്യൂട്രിയൻസിൻ്റെ ഒക്കെ കണ്ടൻറ്റ് മോഡിഫൈ ചെയ്യുന്നത് സെക്കൻഡ് ജനറേഷൻ. ഇനി തേർഡ് ജനറേഷൻ എന്ന് പറയുമ്പോൾ മെഡിസിനൽ പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ അതിനെ മോഡിഫൈ ചെയ്യും. അതാണ് തേർഡ് ജനറേഷൻ. അതൊന്ന് പഠിച്ചു വെക്കണേ. ദ യൂസ് ഓഫ് GM ക്രോപ്സ് ഹാസ് ലെഡ് ടു ഇൻക്രീസ്ഡ് ഈൽഡ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്രോപ്സ്? ഏത് ക്രോപ്സിനകത്താണ്? കോട്ടണിൻ്റെ അകത്താണ്, BT കോട്ടൺ അല്ലേ, അത് നമ്മൾ പഠിച്ചു. പിന്നെന്തായിരുന്നു? ഇൻ്റർനാഷണൽ ആൻഡ് എത്തിക്കൽ കൺസിഡറേഷൻസ്. വാട്ട് പെർസെൻറ്റേജ് GM ക്രോപ്സ് ആർ ഗ്രോൺ ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്? അത് ജസ്റ്റ് ഒരു എന്താണ് ഡാറ്റയാണ്, നമ്മൾ പഠിച്ചേക്കാം. ഓർ 50% ഡെവലപ്പിംഗ് കൺട്രീസിലാണ് ഗ്രോ ചെയ്യുന്നത്. വിച്ച് കൺട്രി ഹാസ് ബാൻഡ് ദ കൾട്ടിവേഷൻ ഓഫ് GM ക്രോപ്സ്? ഫ്രാൻസിനകത്ത് GM ക്രോപ്സിൻ്റെ കൾട്ടിവേഷൻ ബാൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫുഡിനകത്ത് GMO അടങ്ങിയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് DNA ബേസ്ഡ് ടെസ്റ്റിങ്ങും ഉണ്ട്, പ്രോട്ടീൻ ബേസ്ഡ് ടെസ്റ്റിങ്ങും ഉണ്ട്. ഓക്കെ, DNA ബേസ്ഡ് ടെസ്റ്റിങ്ങും ചെയ്യാം, അതുപോലെ തന്നെ പ്രോട്ടീൻ ബേസ്ഡ് ടെസ്റ്റിങ്ങും നമുക്ക് ചെയ്യാം. അപ്പോൾ അതിനകത്ത് DNA ബേസ്ഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതിൻ്റെ ജീനോം നമ്മൾ അനലൈസ് ചെയ്യും. അതുപോലെ തന്നെ പ്രോട്ടീൻ ബേസ്ഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതിൻ്റെ DNA ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ട് അതിനെ അനലൈസ് ചെയ്യും. അപ്പോൾ ഇതുപോലുള്ള GMOൻ്റെ ടെസ്റ്റിന് എക്സാമ്പിൾസാണ് ELISA, എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബൻറ്റ് അസ്സേ, പിന്നെ PCR. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? GMO ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, വാട്ട് ഈസ് ദ എത്തിക്കൽ ഇഷ്യൂ റിലേറ്റഡ് ടു GM സീഡ്സ്? എന്താണ് മെയിനായിട്ടുള്ള എത്തിക്കൽ ഇഷ്യൂ? സീഡ് പാറ്റൻറ്റിംഗ് ബൈ കോർപ്പറേഷൻസ്. GM ഫുഡ് സേഫ്റ്റി അസസ്മെൻറ്റ്സ് ഫോക്കസ് പ്രൈമർലി ഓൺ, എന്താണ് മെയിനായിട്ട് അവർ ഫുഡ് സേഫ്റ്റിനകത്ത് നോക്കുന്നുള്ളത്? അലർജനിസിറ്റി അല്ലെങ്കിൽ ടോക്സിസിറ്റി,
അത് രണ്ടും നോക്കും. കാരണം ചില ജീൻ പ്രൊഡക്ട്സ് എന്താണ് അലർജൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ ഹെൽത്തിന് എന്താണ് പ്രശ്നം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെയാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഈ BT കോട്ടൺ പറഞ്ഞില്ലേ, അതിനകത്ത് ഈ കോട്ടൺ പിക്ക് ചെയ്യുന്നുള്ള ഒരുപാട് ആൾക്കാർക്ക് എന്തുണ്ടായിട്ടുണ്ട്, അലർജിക് റിയാക്ഷൻ ഉണ്ടായിട്ടുണ്ട്. എപ്പോഴും ഈ BT കോട്ടണുമായിട്ട് ഹാൻഡിൽ ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് എന്തുണ്ടായിട്ടുണ്ട്, അലർജിക് കണ്ടീഷൻസ് ഉണ്ടായിട്ടുണ്ട്. സാധാരണ കോട്ടൺ ആകുമ്പോൾ അവർക്ക് പ്രശ്നമില്ല. BT കോട്ടൺ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അലർജിക് റിയാക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ അലർജൻസിറ്റി ആരുണ്ടാക്കുന്നുണ്ട്, ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ GM ഫുഡ്സ് ഉണ്ടാക്കാറുണ്ട്. ഓക്കെ, അങ്ങനെ ഒരുപാട് എത്തിക്കൽ ഇഷ്യൂസ് നമ്മുടെ GM ഫുഡ്സിന് വരുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് പ്രിൻസിപ്പൽ ഗൈഡ്ലൈൻസ് ദ യൂസ് റെഗുലേഷൻ ഓഫ് GM ഫുഡ്സ്? പ്രിക്കോഷണറി പ്രിൻസിപ്പൽ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഫ്യൂച്ചർ ഓഫ് GM ഫുഡ്സ്, എന്താണ് ഫ്യൂച്ചർ ഓഫ് GM ഫുഡ്സിൻ്റെ കേസിൽ പറയാനുള്ളത്? ജീൻ എഡിറ്റിംഗ് ടെക്നോളജീസ് ലൈക്ക് നമ്മൾ പറഞ്ഞു, ജീൻ എഡിറ്റിംഗ് ടെക്നോളജി എന്താണ് CRISPR ആണ് കേട്ടോ. ഞാൻ അങ്ങനെയാണ് വായിക്കുന്നത്, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ വായിക്കാം. ഡിഫർ ഫ്രം ട്രഡീഷണൽ GMOs ബിക്കോസ് അവരെങ്ങനെയാണ് ഡിഫർ ചെയ്യുന്നുള്ളത്? ദേ ഡു നോട്ട് ഇൻവോൾവ് ഇൻസേർട്ടിങ് ഫോറിൻ DNA. ഓക്കെ, ജീൻ എഡിറ്റിംഗ് ടെക്നോളജി എങ്ങനെയാണ് ഡിഫർ ചെയ്യുന്നത്? അതിനകത്ത് എന്തില്ല, ദേ ഡു നോട്ട് ഇൻവോൾവ് ഇൻസേർട്ടിങ് ഫോറിൻ DNA. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആപ്ലിക്കേഷൻ ഓഫ് ഫ്യൂച്ചർ ആപ്ലിക്കേഷൻ ഓഫ് GM ക്രോപ്സ്? ക്ലൈമറ്റ് റിസൈലൻറ്റ് ക്രോപ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അതാണ് ഫ്യൂച്ചർ ആപ്ലിക്കേഷനിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ ഇതുവരെ പറഞ്ഞതിനകത്ത് ഒരു കാര്യം പറയാം, പപ്പായ ഒരു GM ക്രോപ്പാണ് കേട്ടോ. എന്താണ് പപ്പായ? GM ക്രോപ്പാണ്. 48 ക്വസ്റ്റ്യനൊക്കെ ക്യാൻസൽ ആണ് കേട്ടോ, നമുക്ക് വേണ്ട. പപ്പായ ഒരു GM ക്രോപ്പാണ്. എന്ത് വെച്ചിട്ടാണ് അത് മോഡിഫൈ ചെയ്തിരിക്കുന്നത്? എങ്ങനെയാണ് മോഡിഫൈ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു റിംഗ് സ്പോട്ട് വൈറസ് അതിനെ ഇൻഫെക്റ്റ് ചെയ്യാറുണ്ട്. പപ്പായനെ ഒരു റിംഗ് സ്പോട്ട് വൈറസ് ഇൻഫെക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള റെസിസ്റ്റൻസ്, അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ പപ്പായനെ നമ്മൾ മോഡിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ മോഡിഫൈ ചെയ്ത പപ്പായനെ നമ്മൾ എന്താ പറയുക? റെയിൻബോ എന്നും പറയും, സൺ അപ്പ് എന്നും പറയും. SUN അപ്പ്. ഓക്കെ, സൺ അപ്പ്, അതുപോലെ തന്നെ റെയിൻബോ, ഇത് രണ്ടും എന്താണ് മോഡിഫൈഡ് പപ്പായാസ് ആണ്. എന്തിനു വേണ്ടിയിട്ട്? നമ്മളിപ്പോൾ പറഞ്ഞില്ലേ റിംഗ് സ്പോട്ട് വൈറസ് എന്ന് പറഞ്ഞില്ലേ, അതിൽ നിന്നുള്ള റെസിസ്റ്റൻസിന് വേണ്ടിയിട്ട്. ഓക്കെ, പപ്പായ. അതുപോലെ തന്നെ ഒരു ആപ്പിൾ ഉണ്ട്, അതുകൂടി പറയാം. ആപ്പിളിൻ്റെ കേസിൽ എന്താണ്? ആപ്പിളിൻ്റെ കേസിലെന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ആപ്പിളിനെ കട്ട് ചെയ്യുമ്പോൾ ഒരു ബ്രൗണിങ് കളർ വരില്ലേ, ആ ബ്രൗണിങ് കളർ വരുന്നുള്ളത് കുറച്ച് എൻസൈംസിൻ്റെ ആക്ഷനൊക്കെ കൊണ്ടാണ്. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതില്ലാത്ത തരം ആപ്പിൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ആർട്ടിക് ആപ്പിൾസ് എന്ന് പറയാം. ARCTIC, ആർട്ടിക് ആപ്പിൾസ് എന്ന് പറയും. ഓക്കെ, അത് ജനറ്റിക്കലി മോഡിഫൈഡ് ആപ്പിളാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ആപ്പിളിൻ്റെ വേസ്റ്റേജ് കുറക്കാൻ സാധിക്കും. ഓക്കെ, വിച്ച് ഇൻ്റർനാഷണൽ ബോഡി മോണിറ്റേഴ്സ് GM ഫുഡ് സേഫ്റ്റി ഗ്ലോബലി? ആരാണ്? കോഡെക്സ് അലിമെൻറ്റേരിയസ് കമ്മീഷൻ. ഇതിൻ്റെ ഞാൻ എടുത്തു തരാം കേട്ടോ. കോഡെക്സ് അലിമെൻറ്റേരിയസ് എക്സാമിന് മുന്നേ എന്തായാലും എടുത്തു തരും ഒരു ദിവസം. ഓക്കെ, വാട്ട് ഈസ് വൺ അഡ്വാൻറ്റേജ് ഓഫ് GM ഫുഡ്സ് ഓൺ അഡ്രസ്സിങ് ഗ്ലോബൽ ഹങ്കർ? എന്താണ്? എൻഹാൻസ്ഡ് ക്രോപ്പ് പ്രൊഡക്ടിവിറ്റി. കാരണം പെസ്റ്റിസൈഡ് റെസിസ്റ്റൻസ് ഒക്കെ ആയല്ലോ, അപ്പോൾ അവിടെ ക്രോപ്പിൻ്റെ ലോസ് ഒന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ ക്രോപ്പ് പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്തുകൊണ്ട് നമുക്ക് ഗ്ലോബൽ ഹങ്കറിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ GM ഫുഡ്സ് എത്രയേ ഉള്ളൂ? മെയിനായിട്ട് GM ക്രോപ്സ് ഏതൊക്കെയാണെന്ന് നോക്കുക. അപ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, ഇന്ത്യയിനകത്ത് ഇപ്പോൾ BT കോട്ടൺ മാത്രമേ ഉള്ളൂ. അത് ഇറങ്ങിയിരിക്കുന്നത് 2022 പിന്നെ GEAC, അതിൻ്റെ ഫുൾ ഫോമൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, പിന്നെ ഇതിൽ നിന്ന് കട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കട്ട് ചെയ്യാം കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത് മാത്രം വേണ്ടത് എടുത്തിട്ട് പഠിക്കുക. ഓക്കെ, അത്രയാണ് GMOനെ കുറിച്ച് പറയാനുള്ളത്. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. സോ താങ്ക് യു.